ഹായ് ഗൈസ്, വെൽക്കം ടു ഗീതു ആൻഡ് സാമുവൽസ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിൽ വന്നിട്ട് നമ്മൾ ചക്കപ്പഴമൊക്കെ കഴിച്ചു. ഇപ്പോൾ ചക്ക വേവിച്ച് കഴിക്കാനായിട്ടുള്ള പ്ലാനാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിൽ നിന്ന് ചക്ക അരിഞ്ഞ് അതിൻ്റെ അരപ്പ് വരെ ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈസി ആയിരുന്നു. ഇപ്പം നല്ല സൂപ്പറായിട്ട് ഇത് കൂഴച്ചക്കയാണ് കേട്ടോ, പച്ച കൂഴച്ചക്കയാണ്. അത് നല്ല അരിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് അരപ്പൊക്കെ ഇട്ട്, അരപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അരപ്പൊക്കെ ഇട്ട് അങ്ങ് വേവിച്ചാൽ മതി. ഈ ഇപ്പോഴത്തെ ഈ കിട്ടുന്ന ചക്ക ഭയങ്കര ഉണക്കമായതുകൊണ്ടായിരിക്കും നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചാലേ ഉള്ളൂ ഇത് വേവത്തുള്ളൂ കേട്ടോ. കുക്കറിൻ്റെ അകത്ത് നേരത്തെ ഞങ്ങൾ വേവിച്ചപ്പോഴത്തേക്കും നമ്മൾ ഒഴിച്ച വെള്ളമൊന്നും ഒട്ടും ഇല്ലാതായിപ്പോയിട്ട് കുക്കറിൻ്റെയൊക്കെ അടിയിൽ കരിഞ്ഞു പിടിച്ചു. അപ്പോൾ ഈ ഒഴിക്കുന്ന വെള്ളം മാത്രം പോരെ. ഇപ്പോൾ ഈ അരപ്പിൻ്റെ കൂടെ ഒഴിച്ചതും ഇത് കഴുകി ഒഴിച്ചതും മാത്രം പോരെ, കുറേ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് വെന്തത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ചക്കയൊക്കെ വേവിക്കുന്നവർ നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് മുഴുവനും പാത്രത്തിൻ്റെ മൂട്ടിൽ പിടിക്കും. അപ്പം നിങ്ങൾ ഈ കണ്ട വെള്ളം കണ്ടോ, ഇത് കൂടാതെ പിന്നെയും തിളപ്പിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ചു കേട്ടോ. ഒരു 10-15 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു. എനിവേ നമ്മൾ ചക്കയൊക്കെ നല്ലതായിട്ട് അരപ്പിട്ട് വെള്ളമെല്ലാം ഒഴിച്ച് മൂടി പൊത്തി വെച്ചു. അരപ്പിൻ്റെ അകത്ത് അറിയാമല്ലോ, കുരുമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, മഞ്ഞൾ, തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ടു. ഈ ഉപ്പ് പോരാ, ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ബാക്കിയും കൂടി ഇട്ട് അത് വെന്തു. അങ്ങനെ വെന്ത് നല്ല കുഴന്ന് ഇങ്ങനെ ആയി കഴിയുമ്പം കടുകൂടെ പൊട്ടിച്ച് ഇട്ടു. അപ്പം നല്ല ടേസ്റ്റാണ്. കുറച്ച് വെളിച്ചെണ്ണയുടെ ആ ഒരു രുചിയും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കപ്പയ്ക്ക് നമുക്ക് ഇന്ന് ഒരുപാട് കറികളുണ്ട്. നോയമ്പുകാരും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പം നോയമ്പുകാർക്കുള്ള കറികളും ഉണ്ട്. ഇപ്പം നമ്മൾ കപ്പയ്ക്ക് എടുത്തേക്കുന്നത് നല്ല സൂപ്പർ പച്ച മാങ്ങ ചമ്മന്തിയാണേ. നല്ല തേങ്ങയും പച്ച മാങ്ങയും ഒക്കെ ഇട്ട്, പുളിയുള്ള മാങ്ങയും കാന്താരിയും ഇട്ട് അരച്ച ചമ്മന്തി. ആ കാണുന്നത് കാന്താരി ഉള്ളിയും കൂടെ ഞെരടിയത്. ഇത് പിന്നെ ഒരു തൈര് ഉടച്ചതാണേ, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ കട്ടൻ. പിന്നെ നോയമ്പില്ലാത്തവർക്ക് തലേ ദിവസത്തെ മീൻ കറി, അത് മീൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് മീൻ, നല്ല രുചിയാണ്. അപ്പോൾ അതൊക്കെയാണ് ചക്കയുടെ. പിന്നെ ഒരു മാങ്ങ അരച്ച ഒരു ചാറുകറി ഉണ്ടായിരുന്നേ, അതിൻ്റെ അകത്ത് കാണിക്കാൻ വിട്ടുപോയി. നല്ല രുചിയായിരുന്നു കേട്ടോ. ചക്ക കഴിച്ചിട്ട് നമ്മൾ നാട്ടിൽ വരുമ്പോഴത്തേക്കും ഈ ചക്ക ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ചക്ക വെഹിക്കിൾസ് മഹാമേള. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.